ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് ജിയുടെ എക്സാം നടന്നു. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ജികെയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഫസ്റ്റ് വുമൺ ടു ഗെറ്റ് ഭാരതരത്ന. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ വുമൺ ആരാണ്? ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കർണം മല്ലേശ്വരിയാണ് കേട്ടോ. ഫസ്റ്റ് വുമൺ ടു ഗെറ്റ് ഭാരതരത്ന. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ വുമൺ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? കർണം മല്ലേശ്വരിയാണ്. അപ്പൊ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഫസ്റ്റ് നമ്മുടെ ഒളിമ്പിക്സില് ഗോൾഡ് മെഡൽ കിട്ടുന്ന ഒളിമ്പിക്സിൽ മെഡൽ ലഭിക്കുന്ന വുമൺ ആരാണെന്ന് ചോദിച്ചാലും അതിന് ആൻസർ എന്താണ്? കർണം മല്ലേശ്വരിയാണ് കേട്ടോ. ഒളിമ്പിക്സിൽ, അപ്പൊ അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ടത് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മെഡൽ ലഭിക്കുന്ന വ്യക്തി അതാരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? കർണം മല്ലേശ്വരിയാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ദീപാവലി സെലിബ്രേറ്റഡ് ബൈ വിച്ച് ട്രൈബ്? ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആണ് ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊന്നും അധികം കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളുക. താരു ട്രൈബ് ആണ് കേട്ടോ. ഏത് ട്രൈബ് ആണ് ദീപാവലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ താരു ട്രൈബ്. അപ്പൊ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക. ഈ ദീപാവലി ഫെസ്റ്റിവൽ ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർത്തിക് മന്തിലാണ് കേട്ടോ. ഏത് മന്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തിക് മന്തില്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആർട്ടിക്കിൾ 21A പ്രകാരം ഏത് ഏജ് ഗ്രൂപ്പിൽ ഉള്ളവർക്കാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകേണ്ടതെന്നായിരുന്നു. അതിന് ആൻസർ 6 to 14 ആണ് കേട്ടോ. എത്ര ഏജ് ഗ്രൂപ്പിന് ലിമിറ്റിൽ ഉള്ളവർക്കാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 to 14. അടുത്തത് AFF, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഇത് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. AFF, BCCI, ടെന്നീസ് ഫെഡറേഷൻ, ഇതെല്ലാം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫോം ചെയ്യുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1937 കേട്ടോ. 1937 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഓർത്തു വെക്കുക, BCCI ഫോം ചെയ്ത വർഷം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 കേട്ടോ. 1928 BCCI ഫോം ചെയ്യുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സെൻസസ് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ സെൻസസ് കണ്ടക്ട് ചെയ്യുന്ന വർഷം ഇത് അൺഓർഗനൈസ്ഡ് ആണോ ഓർഗനൈസ്ഡ് ആണോ ചോദിച്ചതെന്ന് ക്ലിയർ അല്ല. ഇനി അൺഓർഗനൈസ്ഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് 1872 ഇനി ഫസ്റ്റ് ഓർഗനൈസ്ഡ് സെൻസസ് ആണ് ചോദിച്ചെങ്കിൽ അതിന് ആൻസർ 1881 ആണ് കേട്ടോ. 1881. ഒരു രണ്ട് ഷിഫ്റ്റ് നമുക്ക് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാവുന്ന കാര്യം സെൻസസുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഷിഫ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞതിന് ശേഷം ഇനി വരുന്ന എക്സാമിന് നിങ്ങൾ ഏതൊക്കെ ഏരിയ ആണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? പെർസെന്റേജ് ഓഫ് റിസർവേഷൻ ഫോർ വുമൺ ഇൻ 2023 ബിൽ. 2023 ബില്ലിലെ വുമൺ എത്ര പെർസെന്റേജ് റിസർവേഷൻ ആണ് പറയുന്നത്? സോ അതിന് ആൻസർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33% ആണ് കേട്ടോ. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33%. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സിംഗർ ടു ഗെറ്റ് ഭാരതരത്ന. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ സിംഗർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം MS സുബലക്ഷ്മി ആണ് കേട്ടോ. MS സുബലക്ഷ്മി. ഓക്കെ, അടുത്തത് ചെയർമാൻ ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ചെയർമാൻ ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ രൺവീർ കൗർ ആണ് കേട്ടോ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ രൺവീർ കൗർ. അടുത്ത രംഗസ്വാമി കപ്പ് ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഹോക്കി ആണ് കേട്ടോ. രംഗസ്വാമി കപ്പ് റിലേറ്റഡ് ടു ഹോക്കി. അടുത്തത് എക്കണോമിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. M1, M2, M3, M4 ഇതിൽ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഏതാണ്? M1, M2, M3 ഇതിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് M3 ആണ് കേട്ടോ. ഓക്കെ, വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്ന പാർട്ട് ഏതാണെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 4A പറയുന്നത് കേട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 4A. 12th ക്വസ്റ്റ്യൻ, ബിർജു മഹാരാജ് റിലേറ്റഡ് ടു വിച്ച് ഘരാന. ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ബിർജു മഹാരാജ്? നമുക്ക് എല്ലാവർക്കും അറിയാം ബിർജു മഹാരാജ് ഏത് ഡാൻസ് ഫോം ആണെന്ന് അറിയാം? കഥക് ആണെന്ന് അറിയാം അല്ലേ? ഡാൻസ് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കഥക്.
പക്ഷെ ക്വസ്റ്റ്യൻ വന്നത് അയാൾ ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണെന്നായിരുന്നു. അപ്പൊ പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഘരാനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്ക ബിനാദിൻ ഘരാനയാണ് കേട്ടോ. കൽക്ക ബിനാദിൻ ഘരാന. അപ്പൊ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, പണ്ഡിറ്റ് ഭീംസൻ ജോഷി ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കിരാന ഘരാനയാണ് കേട്ടോ. പണ്ഡിറ്റ് ഭീംസൻ ജോഷി, പണ്ഡിറ്റ് ഭീംസൻ ജോഷി ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിരാന ഘരാന. കിരാന ഘരാനയാണ്. ഈ പണ്ഡിറ്റ് ഭീംസൻ ജോഷി ഏത് സ്റ്റേറ്റിൽ നിന്ന് ആളാണെന്ന് മുന്നേ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. കർണാടകയാണ് കേട്ടോ. കർണാടക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. നെയിം ദ CM ടു ഗെറ്റ് ഭാരതരത്ന ഇൻ 2024. അപ്പൊ 2024 ഭാരതരത്ന ലഭിക്കുന്ന CM ആരാണെന്ന് ചോദിച്ചു. കർപ്പൂരി താക്കൂർ കേട്ടോ. ആൻസർ എന്താണ്? കർപ്പൂരി താക്കൂർ. ഓക്കെ, ഭാരതരത്ന ലഭിക്കുന്ന CM ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ കർപ്പൂരി താക്കൂർ. ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഫസ്റ്റ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ആദ്യമായിട്ട് യൂസ് ചെയ്ത ലാംഗ്വേജ് ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ സാൻസ്ക്രിറ്റ് ആണ് കേട്ടോ. സാൻസ്ക്രിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എത്ര എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? മെൻഡലിന്റെ പീരിയോഡിക് ടേബിളിൽ 63 എലമെന്റ്സ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദിച്ച ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ. ഫൗണ്ടർ ഓഫ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിബ ഫുലെ ആണ് കേട്ടോ. ജ്യോതിബ ഫുലെ. അപ്പം ഈ സത്യശോധക് സമാജ് ജ്യോതിബ ഫുലെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൂടെ നോട്ട് ചെയ്തേക്കുക. അത് 1873 1873 ഇനി ഒരു ചോദ്യം കൂടി എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ജ്യോതിബ ഫുലെ ജനിക്കുന്ന വർഷം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് 1827 കേട്ടോ. 1827 ജ്യോതിബ ഫുലെ ജനിക്കുന്ന വർഷം. ഓക്കെ, ഇനി 17th ക്വസ്റ്റ്യനും 18th ക്വസ്റ്റ്യനും ഈ രണ്ട് ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ പിക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബാഡ്മിന്റനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജഡ്ജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ആയിരുന്നു കേട്ടോ. അപ്പൊ ടോട്ടൽ നമുക്കറിയാം GK 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് അനാലിസിസ് ആയി കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എത്രയാണ്? 80 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ റീസെന്റ്ലി അനിൽ സാറ് ഒരു 500 ക്വസ്റ്റ്യൻസിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് സാർ ക്ലാസ്സിൽ പറഞ്ഞതും നിങ്ങളോട് പഠിക്കണം എന്ന് പറഞ്ഞതുമായിട്ടുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചു കണ്ടു കേട്ടോ. ഇനി ഒരു കാര്യം പറയാം, മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ പറഞ്ഞുതരാം. 2 ഷിഫ്റ്റും നോക്കുമ്പോൾ സെൻസസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 2 ഷിഫ്റ്റിലും വന്നിട്ടുണ്ട്. സോ അത് ഉറപ്പായിട്ട് നോക്കുക. ആർട്ടിക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി കറണ്ട് അഫയേഴ്സ് നോക്കുവാണെങ്കിൽ ഇത് ക്ലാസ് എടുത്ത ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു കറണ്ട് അഫയേഴ്സിൽ അപ്പോയിന്റ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന്. കറണ്ട് അഫയേഴ്സിൽ അത് തൊട്ട് മുന്നത്തെ GDയിലും നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ഈ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നായിരുന്നു. ഇത്തവണയും അപ്പോയിന്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറണ്ട് അഫയേഴ്സിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് ഷിഫ്റ്റിലും കണ്ടു, സെക്കൻഡ് ഷിഫ്റ്റിലും കണ്ടു. സോ ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക, കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇതിന്റെ കൂടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നോക്കുക കേട്ടോ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നോക്കുക. ഡാൻസ് ഫോംസും ഫെസ്റ്റിവലും. ഓക്കെ, ഇത്രയും ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.